ഓക്കെ, നമ്മളപ്പോ സബ്ട്രാക്ഷൻ വിത്തൗട്ട് ബോറോയിങ് 3 ഡിജിറ്റ് നമ്പറും 4 ഡിജിറ്റ് നമ്പറും ഒക്കെ പഠിച്ചു അല്ലേ? കടം വാങ്ങാതെ കുറക്കാൻ പഠിച്ചില്ലേ? ബോറോ ചെയ്യാതെ. അറിയാലോ, കുഴപ്പമില്ലല്ലോ. അപ്പോ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സബ്ട്രാക്ഷൻ ഓഫ് 3 and 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ബോറോയിങ്. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ വിത്ത് ബോറോയിങ് നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലേ? വൺസിന്റെ പ്ലേസിൽ മൈനസ് ചെയ്യാനുള്ള കറക്റ്റ് ഡിജിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടെൻസിന്റെ പ്ലേസിൽ നിന്ന് ഒരു 10 ബോറോ ചെയ്യും, എന്നിട്ട് മൈനസ് ചെയ്യും. ബോറോ ചെയ്ത് മൈനസ് ചെയ്യാൻ അറിയോ? പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ 23 മൈനസ് 18, സോറി, 23 മൈനസ് 18. 23 മൈനസ് 18 ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. വൺസിന്റെ പ്ലേസിൽ നമുക്ക് 3യിൽ നിന്ന് 8 ആണ് മൈനസ് ചെയ്യേണ്ടത് അല്ലേ? 3യിൽ നിന്ന് 8 മൈനസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ? 3 ചെറിയ നമ്പറും 8 വലിയ നമ്പറും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടെൻസിന്റെ പ്ലേസ് ആയത് ഈ 2ൽ നിന്ന് ഒരു 10 നമ്മൾ ബോറോ ചെയ്യും, വൺസിന്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്യും. അങ്ങനെയാകുമ്പോ ഇവിടെ എത്രയായി? ഒരു 10 കൂടി ഇവിടെ ചേർത്താല് 13 ആയി ഇല്ലേ? 13 ആയില്ലേ? ഈ 13ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടി. 13ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 5 കിട്ടി. ബാക്കി ഇവിടെ 2 ടെൻസിൽ നിന്നാണ് നമ്മൾ ഒരു 10 ഇങ്ങോട്ട് കടം ചോദിച്ചത്, ബോറോ ചെയ്തത്. അപ്പൊ ഇവിടെ ബാക്കി എത്ര 10 ഉണ്ട്? ഒരു 10 ബാക്കിയുണ്ട്. ആ ഒരു 10ൽ നിന്ന് ഈ 18ലെ ഒരു 10 മൈനസ് ചെയ്താൽ എത്ര 10 ആയി? 0 ടെൻസ് ആയി. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? എത്ര ആൻസർ കിട്ടി? 5. അതായത് 23ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ബോറോ ചെയ്ത് മൈനസ് ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ, പഠിച്ചല്ലേ അല്ലേ? ഇല്ലാന്നൊന്നും പറയണ്ട, പഠിച്ചല്ലേ? യെസ്. ഓക്കെ, അപ്പോ ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ 2 ഡിജിറ്റ് നമ്പേഴ്സ്. അതേപോലെ തന്നെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സിനെയും 4 ഡിജിറ്റ് നമ്പേഴ്സിനെയും നമ്മൾ ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ. വേണ്ട, 453 മൈനസ് 268. നമുക്ക് 453ന്ന് 68 മൈനസ് ചെയ്യണം. എങ്ങനെ ചെയ്യും? ഇവിടെ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് 3ഉം 8ഉം ആണല്ലേ? അല്ലേ? വൺസിന്റെ പ്ലേസിൽ 3ഉം 8ഉം ആണ് വരുന്നത്. അപ്പോ 3യിൽ നിന്ന് നമുക്ക് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. പറ്റോ?
3നേക്കാളും വലിയ നമ്പർ അല്ലേ 8. അപ്പൊ 3യിൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ടെൻസിന്റെ പ്ലേസിൽ ഇവിടെ 5 ടെൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു 10 നമ്മൾ വൺസിന്റെ പ്ലേസിലേക്ക് ഒരു 10 നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇവിടെ ഒരു 10ഉം 3 വൺസും ആയി. അപ്പൊ എത്രയായി? ഒരു 10ഉം 3 വൺസും ആയത് 13 ആയി. വൺസിന്റെ പ്ലേസിൽ 13 വൺസ് ആയി. അപ്പൊ ഈ 13 വൺസിൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാ? 13 വൺസിൽ നിന്ന് 8 മൈനസ് ചെയ്താല് 8നോട് എത്ര ആഡ് ചെയ്താല 13 കിട്ടുമോ? ഒന്ന് ഫിംഗർ വെച്ച് കാണിച്ചു തന്നെ. 13ൽ നിന്ന് 8 മൈനസ് ചെയ്താല് 5. 13 minus 8 is equal to 5. അപ്പൊ നമുക്ക് ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ 5ൽ നിന്ന് ഒരു 10 നമ്മൾ വൺസിന്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്തു. ബാക്കി ഇവിടെ 4 ടെൻസ് ഉണ്ട് അല്ലേ? 5 ടെൻസിൽ നിന്ന് ഒരു ടെൻസ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ബാക്കി ഇവിടെ 4 ടെൻസ് ഉണ്ട്. ഈ 4 ടെൻസിൽ നിന്ന് 6 ടെൻസ് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. 4ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ നിന്ന് ഇവിടെ 4 ഹൺഡ്രഡ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരു 100 നമ്മൾ 10ന്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്തു. ഒരു 100 ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇവിടെയായി എത്രയായി? ഒരു 100ഉം 4 ടെൻസും കൂട്ടി 14 ടെൻസ് ആയി. ഒരു 100 എന്ന് വെച്ചാൽ 10 ടെൻസ് ആണ്. അപ്പൊ 10 ടെൻസും 4 ടെൻസും കൂടി 14 ടെൻസ് ആയി. ആ 14 ടെൻസിൽ നിന്ന് 6 ടെൻസ് മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 14ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? ഒന്ന് ഫിംഗർ വെച്ച് കാണിച്ചു തന്നെ എല്ലാവരും എത്ര ആൻസർ കിട്ടുന്നതെന്ന്. 14 മൈനസ് 6 എത്രയാ? 14ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? എത്ര? 8 അല്ലേ? 14ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 8 അല്ലേ കിട്ടുക? ഓക്കെ. അപ്പൊ ടെൻസിന്റെ പ്ലേസിൽ നമുക്ക് ഡിഫറൻസിൽ എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ഇനി ഇവിടെ 4 ഹൺഡ്രഡ്സിൽ നിന്ന് ഒരു 100 നമ്മൾ 10ന്റെ പ്ലേസിലേക്ക് കൊടുത്തു. ബാക്കി ഇവിടെ 3 ഹൺഡ്രഡ്സ് ആണല്ലോ ഉള്ളത് അല്ലെ? 3 ഹൺഡ്രഡ്സിൽ നിന്ന് 2 ഹൺഡ്രഡ്സ് മൈനസ് ചെയ്താല് we get 100. So the difference between 453 minus 453 and 263 is 185. മനസ്സിലായോ? നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായെന്ന്. മനസ്സിലായോ? എന്താ ജെവിൻ? ടീച്ചർ ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. നമ്മള് വിത്തൗട്ട് ബോറോയിങ് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് വിത്ത് ബോറോയിങ്, അതായത് നമ്മൾ കടം മേടിച്ചിട്ട് കുറയ്ക്കുന്നത്. പേജ് നമ്പർ 90. പേജ് നമ്പർ 90ല് വിത്ത് ബോറോയിങ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഇല്ലാതിരിക്കുമ്പോൾ തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് നമ്മൾ കടം വാങ്ങും അല്ലേ? നിങ്ങൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ അല്ലേ? നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ നോട്ട് എഴുതാൻ നോക്കുമ്പോൾ പെൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെൻസിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് ചോദിക്കും, ഒരു പെൻസിൽ കടം തരുമോ, ഒരു പെന്ന് കടം തരുമോ? ദാറ്റ് ഈസ് ബോറോയിങ്, കടം മേടിക്കുക. അപ്പൊ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത്, സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്തും ഇതേ മെത്തേഡ് ഫോളോ ചെയ്യും. വൺസിന്റെ പ്ലേസിൽ നമുക്ക് മൈനസ് ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യും. അങ്ങനെ ബോറോ ചെയ്ത് കടം വാങ്ങിയിട്ട് മൈനസ് ചെയ്യും നമ്മൾ. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലെങ്കിലും അവർ ആരോടെങ്കിലും ചോദിച്ചിട്ട് മേടിച്ചിട്ടായാലും നമുക്ക് തരും. ഇപ്പൊ നിങ്ങൾ എന്നോട് ഒരു പെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഒരു പെൻസിൽ ചോദിച്ചു, എന്റെ കയ്യിൽ അത് നിങ്ങൾക്ക് തരാനില്ലെങ്കിൽ
നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എന്ത് ചെയ്യും, വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് തരും. അതേ മെത്തേഡാണ് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ നോക്കാം. ഇതേപോലെ തന്നെയാണ്, കുഴപ്പമില്ല. ഈ 3 ഡിജിറ്റ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെ എന്ത് കൂടുതൽ വരുന്നുണ്ടെന്നേ ഉള്ളൂ, 1000ന്റെ പ്ലേസ് കൂടുതലായിട്ട് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 7564 minus 2976. ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? 4ൽ നിന്ന് നമുക്ക് 6 മൈനസ് ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ, 4നേക്കാളും വലുതാണ് 6. നമുക്ക് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 6 തൊട്ടടുത്ത പ്ലേസ് ടെൻസിന്റെ പ്ലേസിൽ നിന്ന് 6 ടെൻസ് ഉണ്ട് അവിടുന്ന് ഒരു 10 നമ്മൾ എന്ത് ചെയ്തു, വൺസിന്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്തു. ഒരു 10 ബോറോ ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്രയായി? ഒരു 10ഉം 4 വൺസും, 1 10 and 4 വൺസ് എത്രയായി? 14 അല്ലേ? ഒരു 10ഉം 4 വൺസും കൂടിയാൽ 14 ആയി. ദാറ്റ് മീൻസ് 14 വൺസ് ആയി വൺസിന്റെ പ്ലേസിൽ. അപ്പൊ ഈ 14 വൺസിൽ നിന്ന് 6 വൺസ് മൈനസ് ചെയ്യാം. 14ന് 6 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 8. 14 വൺസിൽ നിന്ന് നമ്മള് 6 വൺസ് മൈനസ് ചെയ്തു, 8 വൺസ് കിട്ടി. ഇനി നമുക്ക് മൈനസ് ചെയ്യാനുള്ളത് ടെൻസിന്റെ പ്ലേസിൽ. ടെൻസിന്റെ പ്ലേസിൽ 6 ഉണ്ട്, 7 ഉണ്ട്. ബട്ട് ഈ 6ൽ നിന്ന് നമ്മൾ ഒരു 10 4ലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? 4 വൺസിലേക്ക് നമ്മൾ ഒരു 10 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബാക്കി എത്ര വൺസ് ഉണ്ട്? സോറി, 5 ടെൻസ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 10 നമ്മൾ ഇങ്ങോട്ട് കൊടുത്തതുകൊണ്ട് ടെൻസിന്റെ പ്ലേസിൽ 5 ടെൻസ് മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും ഈ 5 ടെൻസിൽ നിന്ന് നമുക്ക് 7 ടെൻസ് മൈനസ് ചെയ്യാൻ പറ്റില്ല. 5 ടെൻസിൽ നിന്ന് 7 ടെൻസ് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് തൊട്ടടുത്ത ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ നിന്ന് ഒരു 100 10ന്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്തു. ഒരു 100 എന്ത് ചെയ്തു? 10ന്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്തു. ഒരു 100 ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇവിടെ എന്തായി? ഒരു 100ഉം 5 ടെൻസും കൂടി 15 ടെൻസ് ആയി. ടെൻസിന്റെ പ്ലേസിൽ 15 ടെൻസ് ആയി. ഇനി ഈ 15 ടെൻസിൽ നിന്ന് 7 ടെൻസ് മൈനസ് ചെയ്യാം. 15 ടെൻസിൽ നിന്ന് 7 ടെൻസ് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? Again we get 8 tens. 8 tens കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് മൈനസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ 5 ഹൺഡ്രഡ്സിൽ നിന്ന് ഒരു 100 നമ്മൾ ടെൻസിന്റെ പ്ലേസിലേക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ ബാക്കി 4 ഹൺഡ്രഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 100 അങ്ങോട്ട് കൊടുത്തതുകൊണ്ട് 4 ഹൺഡ്രഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ? ഈ 4 ഹൺഡ്രഡ്സിൽ നിന്ന് 9 ഹൺഡ്രഡ്സ് മൈനസ് ചെയ്യാൻ പറ്റില്ല. 4 ഹൺഡ്രഡ്സിൽ നിന്ന് 9 ഹൺഡ്രഡ്സ് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000ന്റെ പ്ലേസിൽ നിന്ന് ഒരു 1000 ഇങ്ങോട്ട് കടം വാങ്ങാം, ബോറോ ചെയ്യാം. ഒരു 1000 ബോറോ ചെയ്തു. അപ്പൊ ഒരു 1000ഉം 4 ഹൺഡ്രഡ്സും കൂട്ടി, ഒരു 1000ഉം 4 ഹൺഡ്രഡ്സും കൂട്ടിയിട്ട് ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ആയി? 14 ഹൺഡ്രഡ്സ് ആയി. ആ 14 ഹൺഡ്രഡ്സിന്ന് 9 ഹൺഡ്രഡ്സ് മൈനസ് ചെയ്യാം. 14ന് 9 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 5. ഓക്കെ, അപ്പം ബാക്കി ഇനി തൗസൻഡ്സിന്റെ പ്ലേസിൽ ഈ 7000 നിന്ന് ഒരു 1000 ഇങ്ങോട്ട് കൊടുത്തതുകൊണ്ട് ബാക്കി തൗസൻഡ്സിന്റെ പ്ലേസിൽ 6000 മാത്രമേ ബാക്കിയുള്ളൂ. ആ 6000ൽ നിന്ന് 2000 മൈനസ് ചെയ്താൽ we get 4000. അപ്പൊ നമുക്ക് എത്ര ഡിഫറൻസ് കിട്ടി? 4588.
അതായത് 7564 നിന്ന് 2976 മൈനസ് ചെയ്താൽ 4588. ഇനി നമുക്ക് സാധാരണ നമ്മൾ വിത്തൗട്ട് ബോറോയിങ് നമ്മൾ കടം മേടിക്കാതെ മൈനസ് ചെയ്യുകയാണെങ്കിൽ തെറ്റാനുള്ള ചാൻസ് കുറവാണ്. കണ്ടുപിടിക്കുന്ന ഡിഫറൻസ് മിക്കവാറും കറക്റ്റ് ആയിരിക്കും നമ്മൾ ബോറോ ചെയ്യുന്നില്ലെങ്കിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബോറോയിങ്, ബോറോ ചെയ്യുന്ന സമയത്ത് ദ ചാൻസ് ഓഫ് മിസ്റ്റേക്ക് വിൽ ബി ഗ്രേറ്റർ. തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോ നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? കണ്ടുപിടിച്ച ഡിഫറൻസ് ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് കിട്ടിയ ഈ ഡിഫറൻസ് ഇല്ലേ, ദിസ് വൺ, ഈ ഡിഫറൻസിനോട് കൂടി അതിന് തൊട്ട് മേലെയുള്ള നമ്പർ ആഡ് ചെയ്യാം. ഈ ഡിഫറൻസ് നിങ്ങൾ കണ്ടുപിടിച്ച ഡിഫറൻസിനോട് കൂടി തൊട്ട് മുകളിലുള്ള നമ്പർ ആഡ് ചെയ്താൽ അതിന്റെ മേലെയുള്ള നമ്പർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡിഫറൻസ് എത്രയാ? 4588. 4588നോട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അതിന് തൊട്ട് മേലെയുള്ള 2976 ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നോക്കിയാൽ 8 + 6 14. 14 4 എഴുതി, റിമൈനിങ് 1. 8 + 7 15 + 1 16, remaining 1. 5 + 9 14. 14 + 1 15. 15 to 5 എഴുതി, remaining 1. 4 + 2 6. 6 + 1 7. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടിയിട്ടുണ്ട്? 7564 കിട്ടിയിട്ടുണ്ട്. ആ 7564 തന്നെയല്ലേ ഇവിടെയുള്ളത് അല്ലേ? നമുക്ക് ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ 7564 തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഫൈനലൈസ് ചെയ്യാം? ദിസ് ആൻസർ ഈസ് കറക്റ്റ്. അതായത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡിഫറൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനോട് കൂടി തൊട്ട് മുകളിലുള്ള നമ്പർ ആഡ് ചെയ്താൽ ഏറ്റവും മുകളിലുള്ള നമ്പർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഡിഫറൻസിനോട് കൂടി സ്മോളർ നമ്പർ, നമ്മളെപ്പോഴും സ്മോളർ നമ്പർ അല്ലേ മൈനസ് ചെയ്യുന്നേ, സ്മോളർ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ നമ്പർ, ഏറ്റവും ലാർജർ നമ്പർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ ദ ഡിഫറൻസ് വിൽ ബി കറക്റ്റ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ചെക്ക് ചെയ്യേണ്ടത് മനസ്സിലായോ? നിങ്ങൾ കണ്ടുപിടിച്ച ഡിഫറൻസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ മനസ്സിലായോ? അപ്പൊ നമ്മൾ 3 ഡിജിറ്റ് നമ്പറും 4 ഡിജിറ്റ് നമ്പറും മൈനസ് ചെയ്യാൻ വിത്തൗട്ട് ബോറോയിങ് മൈനസ് ചെയ്യാൻ പഠിച്ചു. അതിന്റെ ചെക്കിങ്ങും പഠിച്ചു അല്ലേ? ചെക്ക് ചെയ്യാൻ പഠിച്ചു, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താ പഠിക്കാനുള്ളത്? പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ എന്തൊക്കെയാ പ്രോപ്പർട്ടീസ് അറിയോ? എന്തൊക്കെയാ പ്രോപ്പർട്ടീസ്? അഡീഷന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചല്ലേ? അഡീഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചല്ലേ? പഠിച്ചതാണല്ലോ. എവിടെ? രണ്ട് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 83. We can add two numbers in any order. Their sum will remain the same. That is first property. Then second one, we can add three numbers by grouping them in any way. The sum in all the cases will remain the same. That is the second property. Two properties addition the case നമ്മൾ പഠിച്ചതാണ്. In the same way, we have two properties in the case of subtraction. The first property is, if we subtract a number from itself, if we subtract
a number from itself, the result will always be 0. That is the first property. എന്താ മിസ് ഒന്നുകൂടി വായിച്ചു തരാം. പേജ് നമ്പർ 91 ഏറ്റവും അടിയിലായിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. First property, if we subtract a number from itself, the result will always be 0. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ എല്ലാവരും. പ്രോപ്പർട്ടി 1 എന്നുള്ളതിന്റെ ഇപ്പൊ മിസ് വായിച്ച സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പ്രോപ്പർട്ടി 1, if we subtract a number from itself, the result will always be 0. അണ്ടർലൈൻ ചെയ്തോ? എന്താ പ്രോപ്പർട്ടിയിൽ പറയുന്നത്? Did you understand? ആ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? നമ്മള് ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ മൈനസ് ചെയ്താൽ, അതേ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ, we always get the difference as 0. നമ്മൾ ഏതൊരു നമ്പറിൽ നിന്നും അതേ നമ്പർ മൈനസ് ചെയ്താൽ എത്രയായിരിക്കും ആൻസർ? 0 ആയിരിക്കും. ചെറിയ എക്സാമ്പിൾ പറയാം. 5ൽ നിന്ന് നമ്മൾ 5 മൈനസ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ്സ് ഉണ്ട്. ആ 5 ചോക്ലേറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ അനിയന് കൊടുക്കുന്നു. റിമൈനിങ് 0 ചോക്ലേറ്റ്സ് അല്ലേ? നിങ്ങളുടെ കയ്യിൽ 10 ചോക്ലേറ്റ്സ് ഉണ്ട്. ആ 10 ചോക്ലേറ്റ്സും നിങ്ങൾ അനിയന് കൊടുക്കുന്നു. റിമൈനിങ് 0 ചോക്ലേറ്റ്സ്. അഗൈൻ 20 ചോക്ലേറ്റ്സ് ഉണ്ട്. ആ 20 ചോക്ലേറ്റ്സ് നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ കൊടുക്കുന്നു. റിമൈനിങ് 0 ചോക്ലേറ്റ്സ്. That means when we subtract a number from itself, ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ തന്നെ നമ്മൾ മൈനസ് ചെയ്താൽ, the result will be always 0. The difference will be always 0. മനസ്സിലായോ? മനസ്സിലായോ? That is the first property of subtraction. Then first property മനസ്സിലായില്ല എല്ലാവർക്കും? Okay, then second property. ജൂലിയറ്റിന് എന്തെങ്കിലും പറയാനുണ്ടോ? No. Okay. Second property, if we subtract 0 from a number, the result will be the number itself. First property യുടെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഏത് നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5 ചോക്ലേറ്റ്സ് ഉണ്ട്. അനിയനോ അനിയത്തിയോ വന്നിട്ട് ചോദിച്ചു, എനിക്കൊരു ചോക്ലേറ്റ് തരൂ, 2 ചോക്ലേറ്റ്സ് തരൂ. ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ 5 ചോക്ലേറ്റ്സും പൊത്തി പിടിച്ചു വെച്ചു. അനിയൻ എത്ര ചോക്ലേറ്റ്സാ കൊടുക്കുന്നത്? 0 ചോക്ലേറ്റ്സ്. അനിയൻ ചോദിക്കുന്നു, 1 തരുമോ 2 തരുമോ? ചോദിച്ചാൽ നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല. അതായത് അനിയന് നിങ്ങൾ 0 ചോക്ലേറ്റ്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് ബാക്കിയുണ്ട്? 5 ചോക്ലേറ്റ്സ് തന്നെ ബാക്കിയുണ്ടല്ലോ. അഗൈൻ നിങ്ങളുടെ കയ്യിൽ 10 ചോക്ലേറ്റ്സ് ഉണ്ട്. 10 ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അനിയനോ അനിയത്തിക്കോ ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾ തന്നെ വെക്കുന്നു. അപ്പൊ നമ്മൾ 0 മൈനസ് ചെയ്താല് എത്ര ചോക്ലേറ്റ്സ് ഉണ്ടാവും? 10 ചോക്ലേറ്റ്സ് തന്നെ ഉണ്ടാവും. That means when we subtract 0 from any number, ഏത് നമ്പറിൽ നിന്ന്, അതായത് 1 ഡിജിറ്റ് നമ്പർ ആവട്ടെ, 2 ഡിജിറ്റ് നമ്പർ ആവട്ടെ, 3 ഡിജിറ്റ് നമ്പർ ആവട്ടെ, ഇനിയിപ്പോ ലാക്ക് ആവട്ടെ, 10 ലാക്ക് ആവട്ടെ, ക്രോർ ആവട്ടെ, 10 ക്രോർ ആവട്ടെ, എത്ര വലിയ നമ്പർ ആയാലും അതിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുക? അതേ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, ഏത് നമ്പറിൽ നിന്നോ അതേ 0 മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ, അതിന്റെ ഡിഫറൻസ്. ദീസ് ആർ ദി 2 പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പ്രോപ്പർട്ടി 2.
Property 2, if we subtract 0 from a number, the result will be the number itself. The result will be the number itself. These are the two properties. First one, if we subtract a number from itself, the result will be always 0. നമ്മൾ ഏതൊരു നമ്പറിൽ നിന്നും അതേ നമ്പർ തന്നെ മൈനസ് ചെയ്താൽ the result will be 0. ചോക്ലേറ്റ്സിന്റെ കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ്സ് ഉണ്ട്, 5 ചോക്ലേറ്റ്സും അനിയത്തിക്ക് കൊടുത്തു, നിങ്ങളുടെ കയ്യിൽ 0 ചോക്ലേറ്റ്സ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, if we subtract 0 from a number, the result will be the number itself. നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ്സ് ഉണ്ട്, നിങ്ങൾ അനിയത്തിക്ക് ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ്സ് തന്നെ ഉണ്ടാവും. That is the second property. Okay? അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും വിത്ത് ബോറോയിങ് സബ്ട്രാക്ഷൻ പഠിച്ചു. കണ്ടുപിടിച്ചിരിക്കുന്ന ഡിഫറൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പഠിച്ചു. അതായത് കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനോട് കൂടി സ്മോളർ നമ്പർ ആഡ് ചെയ്താൽ ലാർജർ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. റിവേഴ്സിൽ ആഡ് ചെയ്താൽ ഏറ്റവും മുകളിലുള്ള നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ദി മെത്തേഡ് ഫോർ ചെക്കിംഗ്. ദെൻ നമ്മൾ പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. 2 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, if we subtract a number from itself, the difference will be, the result will be 0. Always be 0. Then second property, if we subtract 0 from a number, the result will be the number itself. ഏത് നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താലോ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 92 എക്സസൈസ് 3.3 അതിലെ ആ സബ്ട്രാക്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കോളമായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. ടെക്സ്റ്റിൽ തന്നെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ തന്നെ ആൻസർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 8 എണ്ണേ ഉള്ളൂ അതില്. പേജ് നമ്പർ 92 എക്സസൈസ് 3.3 എ സബ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 8 എണ്ണവും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ചെറിയ 2-3 ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. വേർഡ് പ്രോബ്ലംസും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. അപ്പൊ നിങ്ങൾ സെമസ്റ്റർ എക്സാം ഡിക്ലെയർ ചെയ്തുകൊണ്ട് എക്സാമിന് വേണ്ടി ഫുള്ളായിട്ട് പഠിക്കുക. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏതൊക്കെ പോർഷൻസ് ആ വരുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്ര വരെയാ വരുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എന്താ ടോഷൻ? മിസ് ഇപ്പം പറഞ്ഞ 92 ഇല്ലേ? ആ, അതിപ്പം തന്നെ ഇപ്പം വിട്ടേ. ഇപ്പൊ തന്നെ ചെയ്തോ, ലേറ്റ് ആവണ്ട. പേഴ്സണലായിട്ട് അയച്ചാൽ മതി, എല്ലാരും ഗ്രൂപ്പിൽ ഇടണ്ട കേട്ടോ. ഹോംവർക്ക് എല്ലാരും പേഴ്സണലായിട്ട് അയച്ചാൽ മതി. എന്താ ഷർമ? എഴുതിയോ? എന്താ മോളെ, മിസ് കേട്ടില്ല. എഴുതി കഴിഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ മിസ്സിന് അയച്ചു തന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്താ ബെനീറ്റ? പേര് വെച്ചോ. പേഴ്സണലായിട്ട് അയക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേര് വെച്ചോ കേട്ടോ. ഓക്കെ, ബൈ.